ആ ഹലോ ആ ഹലോ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറല്ല ഡോക്ടർ TPS. ആ പേര് നിവേദ്. മെസ്സേജ് അയച്ചു. ആ പറയൂ നിവേദിത. ഞാൻ എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാനായിട്ടാണ് താല്പര്യം. ആ അപ്പോൾ ഗസാറ്റിൽ അതായത് കുട്ടനാട് ക്യാമ്പസിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ മേ ബി കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷിൽ RIT കിട്ടും. ഉറപ്പ് പറയാൻ പറ്റില്ല, ഇത്തവണ അലോട്ട്മെന്റ് പ്രോസസ് എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഉം. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇസറ്റ് കിട്ടിയാൽ അതിൽ തന്നെ പോണോ, അതല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജസിലേക്ക് ഞാൻ പോണോ? അതിനെപ്പറ്റി സാർ ഒരു അഭിപ്രായം അല്ല, പറയാം. ഇത് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരല്ലേ ഉള്ളൂ. വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. ഞാൻ എപ്പോഴും പ്രിഫറൻസ് പറയാ വീട്ടിൽ നിന്ന് പോയിട്ട് വരാനുള്ള ദൂരത്ത് പോവാണ്. ആ ഒന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ എൻ്റെ വീഡിയോയിലൊക്കെ പറയണതാണ്. ആ കുറച്ച് സമയം വീട്ടിൽ കിട്ടുമ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, നല്ലപോലെ ഓപ്പൺ പ്രോഗ്രാംസ് പലതും എക്സ്റ്റേണലായിട്ട് ചെയ്യാൻ പറ്റും. ഉം, പാരൻസിൻ്റെ കൂടെ ഇപ്പോഴൊക്കെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ. അവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ? ആ പിന്നെ ഹോസ്റ്റലുകളിലൊന്നും സാധാരണ നല്ല കുട്ടികളുടെ ഒരു ഗ്രൂപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. ആ അപ്പോൾ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ആ പ്രത്യേകിച്ചും അതൊക്കെ പറയുന്നത്. ഏ അച്ഛനമ്മ അതാ പറയുന്നത്. അതെ, ചിലപ്പോൾ ഹോസ്റ്റലിൽ കൂടെയുള്ള കുട്ടികൾ എങ്ങനെ ആകും അറിയില്ല. മിക്കവാറും മോശമായിരിക്കും. മിക്കവാറും അങ്ങനെയാണ് കാണുന്നത്. പിന്നെ കോളേജിൽ ഈ കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് 200 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അതിൽ കുറേ ദിവസം ലീവുകളും ബന്ധുകളും അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അക്കാഡമിക്സ് ഒന്നും പലപ്പോഴും കാണാറില്ല. ആ പിന്നെ എൻജിനീയറിങ് പഠിക്കുന്ന സമയത്ത് പറ്റുന്ന അത്തരം എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യും പഠിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. അത് കോളേജിൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാവണമെന്നില്ല. ആ അപ്പോൾ പറ്റുന്ന അക്കാഡമിക്സിനുള്ള ഫെസിലിറ്റീസ് അവിടുന്ന് യൂസ് ചെയ്യുക, ബുക്ക് എടുക്കുക, വീട്ടിൽ കൊണ്ടുവരിക, വായിക്കുക. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്വന്തം തന്നെ വീട്ടിൽ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ലാബൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്, എനിക്കറിയുന്നത്. ആ അത് പലതും മേടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ആ അതൊക്കെ വെച്ച് സ്വന്തം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണ് പ്രൊഫഷണൽ ആവുക. സാർ ഒരു കാര്യം കൂടി. അപ്പൊ എനിക്ക് കിസൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെയിം കിസ് ഒക്കെ എനിക്ക് വീട്ടിൽ നിന്ന് പിന്നെയും പോയി വരാനായിട്ട് അടുപ്പമാണ്. പ്രൈവറ്റ് കോളേജാണ്. സെയിന്റ് ഗേറ്റ്സ് കോട്ടയത്തല്ല? കോട്ടയം. എന്റെ അപ്പച്ചിയുടെ വീട് അവിടെയാണ്. മേ ബി ഇവിടുന്ന് പോലും ഒരുപാട് ദൂരമില്ല. ഞാൻ പോയിട്ടുണ്ട്, സെയിന്റ് ഗേറ്റ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോവാത്ത കോളേജുകളൊക്കെ കുറവല്ലേ, നല്ല ക്യാമ്പസാണ്. അല്ല, അപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ അവിടെ ചൂസ് ചെയ്യണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏത് ഗവൺമെന്റിലേക്ക് പോകണോ? അവിടെ ഇപ്പോ സ്കോളർഷിപ്പ് ഒക്കെ അവർ പറയുന്നുണ്ട് റാങ്ക് വെച്ചിട്ട്. അല്ല, ഈ സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഈ പ്രൈവറ്റ് ആൾക്കാരെ നന്നാക്കാനൊന്നും അല്ലല്ലോ. അവർ കച്ചവടം തന്നെയല്ലേ അവരുടെ കച്ചവടം. അതെ. അപ്പോൾ അവർ സാധാരണ കുറച്ചും കൂടി മെറിറ്റോറിയസ് ആയിട്ടുള്ളവരെ അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും പറയുന്ന ഫീസ്. ഇപ്പം ഞാനൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് സമയത്ത് ഫുൾ ഹോസ്റ്റൽ ഫ്രീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അതവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ടും മെറിറ്റ് അനുസരിച്ചിട്ടും താല്പര്യം അനുസരിച്ചിട്ടും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സെയിന്റ് ഗിറ്റ്സ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സെയിന്റ് ഗിറ്റ്സ് ഈസ് ഓക്കെ. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ പോയിട്ട് വരാൻ പറ്റിയാലും സെയിന്റ് ഗിറ്റ്സ് ഈസ് ഓക്കെ. പിന്നെ സാർ ഒരു കാര്യം കൂടി. സാർ ഇപ്പൊ IAS എക്സാംസിനെ പറ്റിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ സാറല്ല, ഡോക്ടർ TPS. അത് കേട്ടില്ല? സോറി. അപ്പോ എനിക്ക് അതിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇതിന് ഒരു ഓൺലൈൻ കോഴ്സസ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം നമുക്ക് ഗൂഗിളിൽ ചെയ്യാൻ പറ്റുന്നത്. സിവിൽ സർവീസിനാണെങ്കിൽ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്. അത് ഞാൻ അയച്ചു തരാം. ഇന്ന് മുതൽ കളക്ട് ചെയ്യുക. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും കളക്ട് ചെയ്ത് കയ്യിൽ വെക്കുക. സോഷ്യൽ സയൻസോ? എല്ലാ ബുക്കും, മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സയൻസും ഒക്കെ. അതിപ്പോൾ വായിക്കുമ്പോൾ പണ്ട് പഠിച്ചതുപോലെ അല്ല, വ്യത്യസ്തമായി നോക്കാൻ പറ്റും. ഒന്ന് ഫാസ്റ്റായിട്ട്, 2 എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇംഗ്ലീഷും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്ന് പറയാൻ കാരണം ഇപ്പം എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ മോക്ക്. നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിലെ ഇംഗ്ലീഷ് അല്ല,
നമ്മളൊക്കെ ക്ലാസ്സിൽ കോംപ്രഹെൻഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ആ എന്തിനാ ഈ കോംപ്രഹെൻഷൻ എന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സിന് അറിയില്ല. ആ കോംപ്രഹെൻഷൻ അതിൻ്റെ ഭാഗം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ശരിക്കും കോംപ്രഹെൻഷൻ അങ്ങനെയല്ല. എന്തിനാ വെച്ചാൽ ഇപ്പം നമ്മളൊരു ബുക്ക് വായിച്ചാൽ ആ അതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു റിവ്യൂ എഴുതാൻ പറ്റണം. ഓ അത് കോംപ്രഹെൻഷനാണ്. ആ മൈ റിഫ്ലക്ഷൻസ് ഓൺ ദ ബുക്ക്, ആ അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് അപ്പോൾ അങ്ങനെ എഴുതാൻ ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം എഴുതാൻ, അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ അതിനൊക്കെയുള്ളൊരു ആ കഴിവുണ്ടാവണം. ആ ഇപ്പോൾ കേരളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവേദിത എന്ത് പറയും? കേരളം ഒരു സംസ്ഥാനമാണ്. അല്ല, അത് വളരെ ഒരു ഒരു ഫാക്ച്വൽ സംഭവം മാത്രമല്ല. ആ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, റിഫ്ലക്ഷൻ വേണം, അഭിപ്രായം വേണം, ഒരു ഇവാലുവേഷൻ എല്ലാം വേണം. മാറ്റർ ഓഫ് ഫാക്റ്റ് അല്ല ആവശ്യം. ആ മാറ്റർ ഓഫ് ഫാക്റ്റ് എല്ലാവർക്കും അറിയാം. ആ ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ എണ്ണം പറയാൻ പറ്റുന്ന കുറേ പേരുണ്ടാവും. ആ അത് കമ്പയർഡ് ടു സം അതർ പ്ലേസ്, വാട്ട് ഈസ് ദ ഡിഫക്റ്റ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്, ഓ അങ്ങനെ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ എത്തുക. പക്ഷെ അത് പരത്തിപ്പറയലല്ല, വളരെ കൃത്യമായിട്ട്. ആ മനസ്സിലായി? ഇപ്പം അതുപോലെ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നല്ലപോലെ വേണം. ആ ആ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഏത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാനും, വളരെ ആ എബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്തരം കുറേ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അപ് ടു 7th ക്ലാസ്സെങ്കിലും കിട്ടേണ്ടതാണ്. അതെ പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതിനുള്ളൊരു കാരണം ടീച്ചേഴ്സിന് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഇല്ല. ആ ആ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് വരുമ്പോഴാണ് കുറച്ചും കൂടി സ്പെസിഫിക് ആവുക നമ്മുടെ പഠനം. ആ അപ്പോൾ ഡോക്ടർ TPS സിവിൽ സർവീസ് എന്ന് നോക്കുക, ഓക്കെ UPSC ഡോക്ടർ TPS എന്ന് അടിച്ചാൽ ചില വിഷയങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇത് ഈ സബ്ജക്റ്റ് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് സ്പെഷ്യലായിട്ട് അവർക്ക് മെയിൻ എക്സാമിനേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികളുണ്ട്. അതുപോലെ ന്യൂസ് പേപ്പർ വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. ഓ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മോള് ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുക. ആ ഇപ്പോൾ ഹിന്ദു ഞാൻ പറയുന്നത് എനിക്കതിൽ ഷെയർ ഉള്ളതുകൊണ്ടല്ല, ആ ഉള്ളതിൽ ഒരുവിധം ഇംഗ്ലീഷ് തെറ്റില്ലാത്ത, അതുപോലെ ഹിന്ദുവിൽ വരുന്ന എഡിറ്റോറിയലൊക്കെയാണ് ചിലപ്പം സിവിൽ സർവീസിനൊക്കെ എക്സാമിന് ചോദിക്കുക. ആ കാരണം അത് സ്റ്റാൻഡേർഡുള്ളൊരു സാധനമാണ്. ആ ബാക്കിയുള്ള പത്രങ്ങളൊക്കെ നിർത്താം, പക്ഷേ ഹിന്ദു എടുത്തിട്ട് അതിനകത്ത് വേൾഡ് പേജ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പേജ്, എല്ലാ പേജുകളുടെയും മുകളിൽ ടൈറ്റിലുണ്ട്. അത് വേൾഡ് പേജാണോ, ഇൻ്റർനാഷണൽ പേജാണോ, അത് നാഷണൽ പേജാണോ, സ്റ്റേറ്റ് പേജാണോ, ലോക്കലാണോ എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ആ അപ്പോൾ ആ ഇൻ്റർനാഷണൽ പേജിൽ നമ്മളിപ്പോൾ ഇന്നത്തെ വാർത്ത എന്താവും എന്ന് ചോദിച്ചാൽ നിവേദിതക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഹിന്ദി ന്യൂസ് പേപ്പർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ന്യൂസ് പേപ്പറിൽ ലോകത്തിലെ ഇന്നത്തെ ന്യൂസ് എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റുന്ന ഒരാളാണ് സിവിൽ സർവൻറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹാബിറ്റ് ഉണ്ടായാൽ നാളത്തെ ന്യൂസ് എന്താണെന്ന് ഇന്ന് എനിക്ക് പറയാൻ പറ്റും. ആ ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഒരാഴ്ചത്തെ ന്യൂസൊക്കെ വരുമ്പോൾ അതിനകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും ചിലതിനൊക്കെ. അതാണ് എഡിറ്റോറിയലായിട്ട് മാറുക. അപ്പോൾ ആ എഡിറ്റോറിയൽ എഴുതാൻ പറ്റണം. മോൾ ഏത് സ്കൂളിലാണ് പഠിച്ച മോളൂ? ഞാൻ കാവാലം NSSലാണ് ഇപ്പോൾ 12th കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ തന്നെ ലിറ്റിൽ ഫ്ലവർ. വണ്ടർഫുൾ. അപ്പോൾ ആ ഇംഗ്ലീഷ് നല്ലപോലെ നമ്മുടെ സ്കൂളിലെ ലെവലിൽ നിന്ന്, ആ കോംപ്രഹെൻഷൻ ലെവലിൽ നിന്ന് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുക. വൈ ഡു യു വാണ്ട് ടു ഡു എഞ്ചിനീയറിംഗ്? എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫിസിക്സ് പഠിക്കണം എന്നായിരുന്നു ആദ്യം ഒരു പ്ലാനിങ് 11th. പിന്നെ കുറച്ചും കൂടി ഒരു ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ബിടെക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാണ് ഞാൻ ചോദിച്ചത്. ആലോചിച്ചപ്പോൾ തോന്നി എന്ന് പറയുമ്പോൾ ആലോചിച്ചത് എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല സാറിനോട്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിരുന്നു എൻ്റെ ഒരു എയിം. അപ്പം അതിൽ കുറച്ചും കൂടി അന്വേഷിച്ചപ്പം എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിടെക് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എനിക്ക് ഓപ്പൺ ആയി കിട്ടും. ഈവൻ അതില്ലെങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് ഞാൻ ബിടെക്കിൽ തന്നെ നല്ല രീതിയിൽ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വേറൊരു നല്ല ജോബിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നൊരു ഇതിലാണ് ബിടെക് സെലക്ട് ചെയ്തത്. ഓക്കെ, ഗുഡ്. പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചില്ലേ അച്ഛൻ എത്ര സ്ഥലം ഉണ്ടെന്നുള്ളത്,
അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. ആ ഇപ്പം എൻ്റെ അച്ഛൻ എത്ര സ്ഥലമുണ്ട്, എനിക്ക് ഭക്ഷണം തരുന്നത് ആ സ്ഥലത്തിൽ നിന്നാണല്ലോ എന്നറിയുമ്പോൾ എനിക്ക് ആ കുടുംബത്തോടുള്ള ആ അതിനോടുള്ള താല്പര്യം, എല്ലാത്തിനോടും താല്പര്യമുള്ള ഒരാളാവണം എപ്പോഴും സിവിൽ സർവൻ്റ് ആവുന്നത്. ആ എൻ്റെ കുടുംബത്തിന് ചുറ്റും ഉള്ള സംഭവങ്ങൾ അറിയാൻ താല്പര്യമില്ലാത്ത ഒരാൾ ഇന്ത്യയെ അറിയാൻ സാധിക്കില്ല. ആ എൻ്റെ രാജ്യത്തെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഉതകുന്ന ഒരാളാവുന്നത്. ആ അപ്പോൾ ഇന്ത്യയെ അറിയണമെങ്കിൽ ആദ്യം എൻ്റെ കുടുംബത്തെ ഞാൻ അറിയാൻ തയ്യാറാവണ്ടേ. ആ അങ്ങനെ ഇന്ത്യ അറിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ നോളജൊക്കെ ചോദിക്കുന്നത്. ഓക്കെ അല്ലാതെ ഇന്നാളുടെ ജനിച്ച കൊല്ലത്രയാണെന്നുള്ള ഓർമ്മശക്തി നോക്കാനല്ല. ആ അപ്പോൾ വേണ്ടത് എനിക്ക് താല്പര്യത്തോടു കൂടി പഠിക്കണം. ആ ആ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ശരി. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ശ്രീലങ്കയിലായിരുന്നു. ആ അപ്പോൾ ശ്രീലങ്കയിൽ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇന്ത്യയും ലങ്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നാണ് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ തുടങ്ങിയത്. അവർക്ക് നല്ല ഇഷ്ടമായി. കാരണം വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ലങ്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഞാൻ റേഡിയോ ഓൺ ചെയ്താൽ ആദ്യം കേൾക്കുക സിലോണിൻ്റെ ഇതാണ് വരിക, പ്രക്ഷേപണം. അന്ന് കേരളത്തിലല്ല, സിലോണാണ് നമുക്ക് എളുപ്പം കിട്ടുക. കാരണം പിന്നെ AM ഉണ്ടായിരുന്നതൊക്കെ ലോങ്ങസ്റ്റ് ആയിട്ട് എത്തുന്ന വേവാണ് AM. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വേവ്, അത് കുറച്ചേ എത്തുള്ളൂ, 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ. അന്ന് AM ഉണ്ടായിരുന്നത് ശ്രീലങ്കയുടെ AM-നാണ് ഫ്രീക്വൻസി അധികം. അപ്പോൾ ആ വേവ് ലെങ്ത്തിലുള്ളത് കേൾക്കാൻ നമുക്ക് പറ്റും. ഏത് മഴ വന്നാലും കാറ്റ് വന്നാലും ലോക്കൽ റേഡിയോ പോയാലും സിലോൺ റേഡിയോ കേൾക്കുമായിരുന്നു. സിലോൺ എന്നാണ് പറയുക, ശ്രീലങ്ക എന്നല്ല. അപ്പം നമ്മൾ അങ്ങനെ അറിയുമ്പോഴാണ്. അപ്പം അതുപോലെ ഇപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയും, ഏതാ ക്യാപിറ്റൽ സിറ്റി ശ്രീലങ്കയുടെ? ശ്രീലങ്കയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു രാജ്യം, ഏറ്റവും തൊട്ടടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. സൗത്ത് ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യം ശ്രീലങ്കയല്ലേ? അപ്പോൾ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് നമുക്ക് അറിയണ്ടേ? ഏതാ? അത് കൊളംബോ ആണ്. ആണോ? ആണെന്നാണ് എല്ലാവരും പറയാം. ശ്രീലങ്കയുടെ ക്യാപിറ്റൽ കൊളംബോ ആണെന്ന് എല്ലാവരും പറയും. ആയിരുന്നു, കൊളംബോ ആയിരുന്നു. പക്ഷെ അത് മാറ്റി. ഇപ്പോൾ ശ്രീ ജയവർദ്ധനപുര കോട്ടൈ എന്ന് പറയുന്ന സ്ഥലമാണ്. അതും കൊളംബോയും വ്യത്യസ്തമല്ല, അടുത്തടുത്ത സ്ഥലമാണ്. ഒന്ന് കമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്, മറ്റേ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയുമ്പോഴാണ് അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ അടുത്ത് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ അത് ഗൂഗിൾ വെച്ച് നോക്കാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അവിടെ വന്ന സമയത്ത് ലഗൂൺ, നിയറസ്റ്റ് ടു ദ ലഗൂണാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായി, എന്താ ഈ ലഗൂൺ എന്ന്. ഞാനല്ല, അവിടെ വന്നൊരു 1-2 പേരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ലഗൂൺ. അപ്പം നമ്മൾ ലഗൂണിന് എന്താ പറയുക? നമ്മുടെ കേരളത്തിൽ ലഗൂൺ ഉണ്ടോ? ഞാൻ കുട്ടനാട്ടുകാരിയോടാണ് സംസാരിക്കണം, അതുകൊണ്ടാണ് ചോദിക്കണത് കൃത്യമായിട്ട്. അതാണ് അറിയേണ്ടത്. ആ ഒരു വാക്ക് ശ്രീലങ്കയിലെത്തുമ്പോൾ ലഗൂൺ എന്ന് കേട്ടാൽ ഒരു സിവിൽ സർവീസുകാരനോട് ലഗൂൺ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റുണ്ടോ വെച്ചാൽ വലിയ തെറ്റാത്. കാരണം പ്രത്യേകിച്ച് കുട്ടനാട് വരുന്ന ഒരാൾ, ബാക്ക് വാട്ടറിൻ്റെ സ്ഥലമാണ് കുട്ടനാട്, ആണോ അല്ലയോ? കായലാണോ? അതിൻ്റെ വേറെ പേരാണ് ലഗൂൺ. അത് വേറൊരു രാജ്യത്ത് ലഗൂൺ എന്നാണ് പറയുക, നമ്മുടെ രാജ്യത്ത് ബാക്ക് വാട്ടർ എന്ന് പറയുക. കുറച്ചും കൂടി വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രീക്കുകളാണ് അവിടെ ഉണ്ടാവുക, അത് കുറച്ച് ഒഴുക്കുണ്ടാവും. ആ ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് ബാക്ക് വാട്ടർ എന്ന് പേര് വന്നത്? ബാക്ക് വാട്ടർ എന്ന് പേര് വരാൻ എന്താ കാരണം ചോദിക്കുന്നത്? വൈ ഈസ് ഇറ്റ് കോൾഡ് ബാക്ക് വാട്ടർ? ഇതാണ് ഇത് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അറിയണമെന്നില്ല, ഉത്തരം അറിയണമെന്നില്ല മോക്ക്. പക്ഷെ എൻ്റെ കുട്ടിക്ക് വേണ്ടത് ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണിത് എന്ന് ചോദിക്കാനുള്ള കഴിവുണ്ടാവും.
അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അർത്ഥം കണ്ടെത്തും. ആ. അത് വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കഴിവാണ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻജിനീയറിംഗ് പഠിച്ചാൽ കുറേ ഓപ്ഷൻ ഉണ്ട്, അതാണ് നല്ലതെന്ന് പറയുന്നത്? അതിൽ ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കുറേ സംഭവങ്ങൾ വരും. ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മൾ ലോജിക്ക് ആലോചിക്കണ്ട. എന്തുകൊണ്ടാണ് അക്ബർ ഭരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അയാളായിരുന്നു, അയാളുടെ അച്ഛൻ രാജാവായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇന്നാളെ കൊന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ ഞാനിപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബാക്ക് വാട്ടർ? സാധാരണ കരയിൽ നിന്നും വെള്ളം ഒഴുകിയിട്ട് കടലിലേക്കാണ് പോവുക. കായലുകളും ആ ലഗൂൺ അല്ലെങ്കിൽ ബാക്ക് വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടലിൽ നിന്നും വെള്ളം കായലിലേക്ക് വരിക ചെയ്യുക. അത് തിരിച്ചല്ലേ ഒഴുകണേ. അതുകൊണ്ടാണ് ബാക്ക് വാട്ടർ എന്ന് പറയുന്നത്. അത് ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഒഴുകി അങ്ങോട്ട് പോകും, പക്ഷെ ആ ഒഴുകിയ വഴിയിലൂടെ തിരിച്ച് അങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇന്ത്യയുടെ രണ്ട് ഭാഗത്തും വെസ്റ്റിലും ഈസ്റ്റിലും ക്രീക്സ് ഉണ്ട്. ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. നമ്മളടുത്തൊക്കെ എന്താ വെച്ചാൽ വേലിയേറ്റം വരുന്ന സമയത്ത് കുറേ വെള്ളം ഉള്ളിലേക്ക് കയറും. അതിൽ അധികം കയറാതെ കുറേ ഫിൽട്ടർ ചെയ്ത് വരുന്ന ഐലൻഡുകൾ നല്ലപോലെ മൂടപ്പെട്ടതുപോലെ ഉണ്ടായാൽ അവിടെ കുറച്ച് പച്ചിലകളും ചെറിയ ചെറിയ ഐലൻഡ്സൊക്കെ ഉണ്ടായാൽ ഫുൾ കടലിലെ ഉപ്പ് വെള്ളം കൂടി കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറേ ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്, അതുപോലെ കുറേ ഉപ്പുള്ള വെള്ളമുള്ള ലേക്സും ഉണ്ട്. ഇതിനൊക്കെയുള്ള കാരണം നമ്മൾ അന്വേഷിക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ അത് IAS ചോദിക്കുമെന്നൊക്കെ ചോദിക്കില്ല, പക്ഷെ അത് ചോദിക്കണമെന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് ഉത്തരം കണ്ടെത്തുക. ആ ചോദ്യങ്ങൾ എന്തിനാ അങ്ങനെ ഉണ്ടാവാൻ പഠിപ്പിക്കുന്നത്? നാളെ ഒരു ഫയൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ആ ഫയലിനെ അനുബന്ധമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റിയാൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്താൻ നോക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഉടനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരാൾ അതിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരമില്ലാണ്ടാവും. ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും അവനവന് ചോദിച്ചുണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ലീഡറാവുന്നത്. അതാണ് ക്വാളിറ്റി. അപ്പോൾ നിവേദിതക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ വേണ്ടത് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടാത്ത ലോജിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഉത്തരം നമുക്ക് വേറെ ആർക്കെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനാണ് ഈ ഡിബേറ്റും ആർഗ്യുമെൻ്റ് എന്നൊക്കെ പറയുന്നത്. സാധാരണ കോളേജിലെ കുട്ടികളൊക്കെ ഡിബേറ്റും ആർഗ്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തറ ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം മോൾ ഇതുവരെ പഠിച്ച സ്കൂൾസിലൊന്നും ഇതേപോലൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സത്സംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ നല്ല ഗ്രൂപ്പ് ഉണ്ടാവണം. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം ആകെ 400 കിലോമീറ്ററേ ഉള്ളൂ കേരളം. ഞാനൊരു 40,000 കിലോമീറ്റർ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുള്ള ആളായിരിക്കും. ഇതുവരെ ഒരു നല്ലൊരു കുട്ടി എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, വളരെ വിരളമായിട്ട്. മനസ്സിലായോ? അതുപോലെ പലരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഏറ്റെടുത്ത് നന്നാക്കി എടുക്കാനൊക്കെ ശ്രമിക്കും. ആ ഡിസ്കഷനിലും പേപ്പർ വായനയിലൊക്കെ കാണാം അത്തരം കുട്ടികളെ. അവർ ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ ആലോചിക്കും, എനിക്ക് ഇനി പഠിക്കാനൊക്കെ പറ്റുമല്ലോ വെച്ചാൽ അവർ നേരെ ഡൽഹി പോവും, സിവിൽ സർവീസിന് ചേരും. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു 4 കൊല്ലം അവിടെ ട്രൈ ചെയ്ത് കിട്ടാതെ തിരിച്ചു വരും. ചിലരൊക്കെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ കയറിയിട്ട് ഇപ്പോൾ കുറേ പേരുണ്ട്. ഞാൻ മോട്ടിവേറ്റ് ചെയ്തതോ ഞാൻ പഠിപ്പിച്ചതോ ഞാൻ കേട്ടതോ അറിഞ്ഞതോ ആയ കുറേ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പെർസ്വേഷൻ ഇല്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ അത് കൃത്യമായിട്ട് പെർസ്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ താല്പര്യമുണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പായി, ഒരു തമാശയായി, ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. ആ കൂട്ടുകെട്ടിന് ഇത്തരം ചോദ്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 or 3 പേരൊക്കെ ഉണ്ടെങ്കിൽ then it becomes successful. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം, അതാണ് വേണ്ടത്. മനസ്സിലായോ? അത് നല്ലപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിപ്പോൾ ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഓരോ സംഭവം നടക്കുമ്പോഴും ആ സ്ഥലത്തിൻ്റെ ജിയോഗ്രഫി നോക്കുക, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. ഇപ്പോൾ മോള് കുട്ടനാടാണെന്ന് പറഞ്ഞ് കാവാലാണെന്ന് പറയുമ്പോൾ ഉടനെ എൻ്റെ മുമ്പിൽ കാവാലത്തിൻ്റെ പിക്ചർ വരും. ഞാനും കാവാലും അടുത്തടുത്ത് പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല വയസ്സായ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അടുത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ വരുമല്ലോ, മനസ്സിലായോ?
അപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും കാണണമെന്നൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇന്നിപ്പോൾ കുട്ടനാടിൻ്റെ ഒരു ചെറിയൊരു സംഭവം എന്തോ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു മുരളിയുടെ നാട് എവിടെയാണ്, നമ്മുടെ നടൻ മുരളി നിങ്ങളുടെ നാട്ടുകാരല്ല. അതുപോലെ MG ശ്രീകുമാറും MG രാധാകൃഷ്ണനും ഒക്കെ അവിടെയാണ്. അത്തരം കുറേ ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അങ്ങനെ ഓരോരാളെയും ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ ആ കഥ, ആ സ്ഥലം അതൊക്കെ മനസ്സിലുണ്ടാവും. ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ അവിടെയായിരുന്നു, ശ്രീലങ്കയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കർക്കിടക 1-ാം തീയതിയാണ് ഇന്ന്, രാമായണം തുടങ്ങുന്ന ദിവസമാണ്, ഞാൻ ശ്രീലങ്കയിലാണ് ഉള്ളത്. മനസ്സിലായോ? ഓഗസ്റ്റ് 16-ാം തീയതി അപ്പോൾ തീരും. ഇത് നമുക്ക് പറയാൻ അവിടെ എത്തുമ്പോൾ ആ കോണ്ടെക്സ്റ്റുവലായിട്ട് ആലോചിക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു നമ്മൾ. ആ കോണ്ടെക്സ്റ്റുവലായിട്ട് ആലോചിക്കണമെങ്കിൽ വിവരം ഉണ്ടാവണം. ആ വിവരം ഉണ്ടായാൽ മാത്രം പോരാ, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അപ്പോൾ ലോജിക്കൽ റീസണിങ്, പ്രസൻസ് ഓഫ് മൈൻഡ്, അരത്തമാറ്റിക് ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലാംഗ്വേജ് സ്കില്ല്, പിന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നന്നായിട്ട് അറിയാം, ഭാരതത്തെക്കുറിച്ച് വിശിഷ്യ നന്നായിട്ട് അറിയാം. ഇതാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ മിത്തോളജി വേണം. ഇപ്പം അവിടെ ഒരു ആനയുടെ ഒരു 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 ക്ഷേത്രത്തിൽ വലിയൊരു ആന ഉണ്ടായിരുന്നു. ആനയുടെ ബോഡി തിരിച്ച് സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ച് വെക്കും, അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട്. അത് അങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആ സയൻസിൻ്റെ പേരെന്താ അറിയോ നമുക്ക്? അല്ല, ഏത് ജീവിയുടെ ആയാലും, അത് ആനയുടെ ആയാലും സ്ക്വിറലിൻ്റെ ആയാലും, സ്ക്വിറലിൻ്റെ പിന്നെ അതേപോലെ സ്റ്റഫ് ചെയ്ത് തിരിച്ച് സൂക്ഷിച്ചു പ്രിസർവ് ചെയ്ത് വെക്കുന്ന സയൻസിൻ്റെ പേരെന്താ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉടനെ, ഇപ്പം ഞാൻ ബയോളജി 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല, പിന്നെ കുറച്ച് സൈക്കോളജി സൈക്കോതെറാപ്പി ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് പഠിച്ചു എന്ന് മാത്രം. പക്ഷേ ഉടനെ തന്നെ അത് ഇന്നതാണ് ആ സയൻസ്, അതിൽ ജോലി ചെയ്യുന്ന ആളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരാണ്. സുവോളജിയാണ് എൻ്റെ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു ഡെസിഗ്നേഷനാണ് ടാക്സിഡെർമിസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ അത് കണ്ടിട്ട് ആ നല്ല ഭംഗിയുണ്ട് തോന്നിട്ട് പോകല്ല ചെയ്യേണ്ടത്. അതിൻ്റെ സയൻസ് എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഹൗ ഈസ് ഇറ്റ് ഡൺ, വാട്ട് കെമിസ്ട്രി ഈസ് യൂസ്ഡ്. ഓക്കെ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളെ തുന്നിക്കെട്ടുന്നതും ഇതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അയാളുടെ ശരീരത്തിൻ്റെ പാർട്ടുകളൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യല്ലോ, എന്നിട്ട് തിരിച്ച് അതിനകത്ത് തന്നെ ഇട്ടിട്ട് തുന്നിക്കെട്ടുക ചെയ്യുക. ഇതിലെന്താ വ്യത്യാസം? അത് എടുത്തങ്ങോട്ട് മാറ്റും, ശരീരം ഫുൾ പോസ്റ്റ്മോർട്ടം ചെയ്തു വെച്ചു ഒരാളുടെ, അതിനകത്തുള്ള മജ്ജയും കൊട്ടും എല്ലും ഒക്കെ എടുത്തിട്ട് അതിന് പകരം കുറേ പഞ്ഞിയോ അല്ലെങ്കിൽ ചകരിയോ ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അത് സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ്, അങ്ങനെയാണ് പറയുക. എംബാങ്ക്മെൻ്റ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഓക്കെ, ടാക്സോമിനി ഒക്കെ പറയുന്ന ഇത് ഈ വാക്കുകൾ കേൾക്കുക. അങ്ങനെയാണ് ടാക്സിഡെർമിസ്റ്റ് എന്നുള്ള പേര് വന്നത്. ഇതൊക്കെ കേട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റുക ആ ഒരു ഗ്രൂപ്പിൽ. അതിപ്പോൾ ഒരു ട്രാവലിന് നമ്മൾ പോകുന്ന സമയത്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ സെൻറ്റർ ഓഫ് ശ്രീലങ്കയാണ് പോയത്, അപ്പോൾ അവിടെ ഇത് സെൻറ്ററാണ് എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ സെൻറ്ററിലുള്ള റിവറിൻ്റെ പേര് ഗംഗ എന്നാണ്. നമ്മുടെ ഭാരതത്തിലും ഇങ്ങനൊരു ഗംഗയുണ്ട്. ഈ ഗംഗയും ആ ഗംഗയും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ പഴയ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് പറയുന്നത്. അത് ആ പറയുന്ന സമയത്ത്, ആ ഒരു ഫോട്ടോ ഇടുന്ന സമയത്ത് അതിൻ്റെ ഞാൻ പണ്ടുണ്ടാക്കിയ വീഡിയോയും കൂടി ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നു. ആ ഗിഫ്റ്റ് തരുന്ന സമയത്ത് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലിട്ടതാണ്. അതിൽ അദ്ദേഹം ആ ഒരു തന്ന പിന്നെ ഒരു ഗോൾഡൻ പ്ലേറ്റിൽ എഴുതി തന്നതാണ്. അപ്പോൾ എഴുതി തന്നതിൽ ഇറ്റ് റിമൈൻഡ്സ് us that the life has to go on like this, and it is telling that Bhagavad Gita 2nd chapter 22nd ശ്ലോക is what is reminding. അതിനകത്ത് എഴുതിയാൽ, ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾ ലങ്കയിൽ നിന്ന് എനിക്കത് തരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ 2nd chapter 22nd ശ്ലോകം എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാൻ അവരെ പഠിപ്പിക്കല്ലേ വേണ്ടത്. അപ്പോൾ ഒട്ടനെ തന്നെ അത് വാസാംസി ജീർണാനി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണെന്ന് എനിക്ക് പറയാൻ പറ്റിയാൽ, അത് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ പഠിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുന്ന സമയത്ത് ആ ശ്ലോകം എനിക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഫെയിലിയർ ആയില്ലേ? അപ്പോൾ ലോകത്തിൽ വിവരം എല്ലാ പുസ്തകങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ സ്വായത്തമാക്കാൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വായത്തമാക്കാനൊരു കഴിവുണ്ടാവും. ഇപ്പം നാളെ നിവേദിത പോയിട്ട് നിവേദിതക്കൊരു അങ്ങനെ ഒരു പ്ലാങ്ക് തരുന്ന സമയത്ത് അതിനകത്ത് ഭഗവത്ഗീത ശ്ലോകം കോട്ട് ചെയ്താൽ
ചാപ്റ്റർ നമ്പർ 2 ശ്ലോക നമ്പർ വേഴ്സ് നമ്പർ 22 ഇന്നതാണ് പറയുന്നതെന്നേ പറയുന്നുണ്ടാവുള്ളൂ അവർ. അത് ഇംഗ്ലീഷിലൊരു ട്രാൻസ്ലേഷൻ അവർ തന്നിട്ടുണ്ടാവും. പക്ഷെ ആ ശ്ലോകം എനിക്ക് ചെല്ലാൻ പറ്റിയാലോ? അപ്പോഴല്ലേ അപ്പോൾ അവരുടെ നമ്മളോടുള്ള റിഗാർഡ്സും ലവും ഒക്കെ കൂടുമോ ഇല്ലയോ? കൂടും. അതാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ അത് അപ്പം നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ, പറ്റുമോ? ഇല്ല ഇല്ല. അപ്പോൾ അറിവുണ്ടാവും, അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു. അപ്പോൾ തിരിച്ചു വരിക കുറേ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പം ഇതിൽ മോളുടെ പടമില്ല, പക്ഷേ ഞാൻ 1-2 സ്ഥലത്ത് നിവേദിത എന്നും കുട്ടനാട് എന്നും റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ടിടണോ അത് വെച്ചിട്ടിടണോ? ഇട്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, ശരി, സന്തോഷം. അവരെ രണ്ടാളെയും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിവേദിതക്കാണ്. അങ്ങനെ പഠിപ്പിക്കുമെന്ന് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു വിൽ നോ ഇറ്റ് ബെറ്റർ. ആ എബിലിറ്റി ഉണ്ടാവണം. പിന്നെ എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ മോള്? ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു സാറിന്റെ വീഡിയോസ് കണ്ടത്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. സാറല്ല, ഡോക്ടർ TPS. വളരെ ഒരു പ്രാവശ്യം ഒരു ഇൻസ്ട്രക്ഷൻ കേട്ടാൽ എന്നെ അങ്ങനെ വിളിക്കരുത്, ഡോക്ടർ TPS വിളിക്കാവൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതേ വിളിക്കാവൂ. അത് മനസ്സിൽ പതിയണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പട്ടയെന്ന് പറഞ്ഞ് പതിയുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിൽ എന്ത് പറ്റും? അതേ മിസ്റ്റേക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതെൻ്റെ സ്വഭാവമാണ്, ഞാനങ്ങനെ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അത് പെട്ടെന്ന് മാറ്റണം, പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യണം. അത് കമൻറ്റ് ചെയ്യൽ മാത്രമല്ല, വെരി ഗുഡ്, എക്സലൻറ്റ്, അങ്ങനെയല്ല, യൂസ്ഫുൾ, അതല്ല. എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ള ഒരു ലൈൻ എഴുതിയാൽ ദിസ് പാർട്ട്, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിലെന്താ ഇഷ്ടമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായിരുന്നു, അതെല്ലാവരും പറയും. പക്ഷെ ഒരു ടേസ്റ്റർ പറയുന്നത് ഇതിന് രസത്തിന് നല്ല എരിവ് പാകമായിരുന്നു, പക്ഷേ സാമ്പാറിൽ എരിവിന് കുറച്ചൊരു കുത്തുണ്ട്, കാരണം അത് തിളപ്പിക്കുന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പൊടിയിട്ടുണ്ടാവും, ശരിക്കും മിക്സ് ആയിട്ടില്ല. അല്ലെങ്കിൽ കടുക് കുറച്ച് കൂടുതൽ മൂത്തുപോയി, അത് കരിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോഴാണ് അവർ ശ്രദ്ധിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മളും ശ്രദ്ധിക്കുള്ളൂ, അങ്ങനെ പറയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം 2 അനിയത്തിമാരെയും പഠിപ്പിക്കണമെങ്കിൽ വീട്ടിലുണ്ടാവണ്ടേ? ഓക്കെ, അപ്പോൾ അവരെ പഠിപ്പിക്കുമ്പോൾ അത് രണ്ടും പഠിച്ചു. അവരടുത്ത വർഷം 10ാം ക്ലാസ്സിലെത്തും, മറ്റേയാൾ 8ാം ക്ലാസ്സിലെത്തും. പിന്നെ ബുക്ക് നോക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബുക്കും വിൽക്കരുത്, അതൊക്കെ സൂക്ഷിച്ച് വെക്കുക, അത് പഠിക്കാം. അവരെ പഠിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, അതിൽ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ട്രിഗണോമെട്രി, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മാത്സ് ഒക്കെ എടുത്ത് വായിക്കാം. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്നത്. എർവിൻ ക്രേസിക് എന്ന് പറഞ്ഞ ബുക്ക്, കുറേ ഓൺലൈൻ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാം. എല്ലാ ടെക്നിക്കൽ വേർഡ്സും പഠിക്കുന്ന വിഷയത്തിൽ, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാം എന്നുള്ള ധാരണ പാടില്ല. അറിയില്ല എന്നുള്ള ധാരണയോടുകൂടി ഒന്നുകൂടി റെഫർ ചെയ്യാം. അപ്പോൾ അത് ഡിക്ഷണറി എടുത്ത് പഠിക്കുക, മീനിങ്. കാരണം അതൊരു ഇംഗ്ലീഷ് വാക്കാണ് റെസിസ്റ്റൻസ്. അത് ഇതിനകത്ത് മാത്രമല്ല, ഏതിൽ ഫിസിക്സിൽ കണ്ടക്ടിവിറ്റിയിൽ മാത്രമല്ല റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക്. ടോക്കിംഗ് ടു സംബഡി ഐ ഹാവ് റെസിസ്റ്റൻസ് എന്ന് പറയില്ലേ? ഐ ഹാവ് നോ റിസർവേഷൻ ഇൻ റെക്കമെൻഡിങ് യു ഫോർ എ ജോബ് എന്ന് പറയുന്ന ആ റിസർവേഷൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പലയിടത്തും വ്യത്യസ്തമായ തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഡിക്ഷണറി നോക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് മാത്രമേ അറിയുള്ളൂ നമ്മൾ. ഓക്കെ, അങ്ങനെ ഓരോ ഫിസിക്സ് വാക്കുകളെക്കുറിച്ചും ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് പറയരുത്. അത് ഫിസിക്സ് ക്ലാസ്സിൽ പറയാം. പക്ഷേ ജനറലായിട്ട് ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ വാസ് വെരി ബാഡ്, ദ പോലീസ് കുഡ് നോട്ട് കൺട്രോൾ ദ മോബ്. അവിടെയുള്ള ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നുകൊണ്ട് പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിസിക്സിലെ വാക്ക് എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്, സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്സ്. അത് നമുക്ക് ചുറ്റുമുള്ള സയൻസാണ്. അത് സോഷ്യൽ സയൻസിലും ഒക്കെ വരും. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് എൻ്റെ മോക്കുണ്ടാവണം. മനസ്സിലായോ? ഉണ്ടാക്കിയെടുക്കുകയാണ്. എൻ്റെ ഗുരു ഉണ്ടായിരുന്നു, ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ
ഈ നിവേദിതയുടെ പ്രായമുള്ള സമയത്ത് തൃശ്ശൂർ വിട്ടിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം ചെയ്തത് ഒരു 10-400 പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് അതിൻ്റെ പിന്നിൽ കൊച്ചുമകളുടെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എഴുതണ്ടല്ലോ അത്. ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ. എന്നിട്ട് എല്ലാ ദിവസവും ഓരോ കത്തെഴുതുമായിരുന്നു. അടുത്ത കാലം എന്ന് വെച്ചാൽ 15 കൊല്ലമായി മരിച്ചിട്ട് ആ സമയത്ത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ ഗുരു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചുമകൾ എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. ഒരു മാഗസീനിൽ എൻ്റെ ഗുരുവിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കണ്ടിട്ട് ഞാൻ അപർണയോട് വിളിച്ചു. ഡോക്ടർ അപർണ, അന്ന് അവൾ ഡോക്ടറായി. ഡോക്ടർ അപർണയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഡോക്ടർ TPS ആണ്. അങ്ങനെ പറയണ്ട, എനിക്ക് എഴുതിയിട്ടുള്ള കാർഡുകളിൽ കുറേ കാര്യങ്ങൾ എൻ്റെ മുത്തശ്ശൻ എഴുതിയത് അങ്ങയെക്കുറിച്ചാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ എനിക്ക് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്ത് കൊട്ടാരത്തിൽ നരേന്ദ്രൻ, കൊട്ടാരത്തിൽ ഡോക്ടർ TPS എന്നടിച്ചാൽ കാണാം. അയാളെക്കുറിച്ച് എൻ്റെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ അറിയുന്ന കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കവിതകളൊക്കെ കൂടെ വായിക്കുമായിരുന്നു. കൊട്ടാരം നിങ്ങളുടെ നാട്ടുകാരനാണ്, കുട്ടനാട്ടുകാരൻ. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് കൂടെ പഠിച്ച ഏതോ ഒരാളുടെ പേര് ഓർമ്മ വന്നു. പക്ഷെ അയാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഒരു രൂപമില്ല, കോണ്ടാക്റ്റ് ഒന്നുമില്ല. 10-60 വയസ്സായി. അപ്പോൾ 50 വർഷം മുമ്പ് എൻ്റെ സുഹൃത്തായിരുന്നൊരു കൂട്ടുകാരനെ എനിക്ക് കണ്ടുപിടിക്കണം. അയാൾ ചെയ്തത് പോസ്റ്റ്മാൻ അയച്ചാൽ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അയാൾ ടു ദ സർക്കിൾ ഇൻസ്പെക്ടർ. ഇന്നൊരാൾ എൻ്റെ കൂടെ പഠിച്ചാണ്, അയാളൊന്ന് കണ്ടുപിടിച്ച് തരുമോ? അപ്പോൾ എന്തായാലും ആ കാർഡ് വ്യത്യസ്തമായിട്ടുള്ള കാർഡാകുമ്പോൾ പോസ്റ്റ് മിസ്ട്രസ് അടക്കം വായിച്ചിട്ടുണ്ടാവും. അടുത്ത പ്രാവശ്യം അയാൾ നാട്ടിൽ പോണ സമയത്ത് നേരെ പിന്നെ ഇതാണ് എൻ്റെ നമ്പർ, പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് വിളിച്ച് പറയണം. ആ കാർഡ് കാണുന്ന എല്ലാവരും വായിക്കുമല്ലോ. അത് കവറിലിട്ട ഉള്ളിലുള്ള കത്താണെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ അവരല്ലേ വായിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാർഡിന് കുറേ ഗുണമുണ്ട്. അമ്മയോട് പറയണമെന്ന് കേട്ടോ, പറയുമല്ലോ. എൻ്റെയൊക്കെ നാട്ടിൽ ഞാൻ വിട്ടിട്ട് കുറേ വർഷമായി. ഇന്നും എനിക്കറിയാം 670 582 അവിടുത്തെ പോസ്റ്റ് നമ്പർ. എൻ്റെ വൈഫിൻ്റെ 680 121. എൻ്റെ വൈഫിൻ്റെ അമ്മ പോസ്റ്റ് മിസ്ട്രസ് ആയിരുന്നു. അവർ വർക്ക് ചെയ്ത പോസ്റ്റ് ഓഫീസിൻ്റെ നമ്പർ ഇറക്കി എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളെ ഉണ്ടാവുള്ളൂ. അയാൾ സ്കൂൾ മാഷും പോസ്റ്റ് മാഷുമാണ്, കമ്പൈൻഡ് ജോലിയാണ്. കുറച്ച് സമയം അവിടെ ഇരിക്കണം, കുറച്ച് സമയം ഇവിടെ ഇരിക്കണം. ഇടയ്ക്ക് പോസ്റ്റ് വരുന്ന സമയത്തല്ലേ പണിയുള്ളൂ. സോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് മാഷ്ക്ക് പണിയൊന്നുമില്ല. അന്ന് തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സിൽ കുറേ മാഷന്മാർ, അടുത്ത എൻ്റെ അമ്മാവൻ തന്നെ പോസ്റ്റ് മാഷായിരുന്നു, സ്കൂൾ മാഷുമായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്താണ് പോസ്റ്റ് ഓഫീസ്. സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കും, കുറച്ച് സമയം ഇവിടെ ഇരിക്കും. ഓക്കെ. അപ്പം അച്ഛനും അമ്മയും ചെയ്യുന്ന ജോലികളും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയണം. അത് എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തുടങ്ങണം. അപ്പം നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോരോ പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ലോകം ഫുൾ അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. ഓക്കെ. എൻ്റെ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ PDF അയച്ചു തരാം. ഗുഡ് ഇനഫ്. Thank you. Okay. Dr. Buddhist. Bye.